ഇഷ്ടമായി മുളക് വറുത്ത പുളി സൂപ്പറാണ്. ഉണ്ട് കാരണം എന്നറിയോ, ഇത് ശർക്കര ഇട്ടുണ്ടായില്ലേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശർക്കര ഇട്ടുണ്ടായില്ല. ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലേ? നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഉച്ചക്കലേക്ക് ഒരു ഭക്ഷണത്തിനായിട്ടേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ചീരയാണ് കേട്ടോ. സാമ്പാറുണ്ട്, രാവിലത്തെ ഇഡ്ഡലിയുടെ സാമ്പാർ ഇരിക്കുന്നുണ്ട്. പിന്നെ ചീര ഇന്ന് കിട്ടിയിട്ടുണ്ട്. ചീര എന്ന് പറഞ്ഞാൽ പോരാ, അതാ കണ്ട സൂപ്പർ ചീര. 2 കെട്ട് ചീരയെ കൊണ്ടുവയ്ക്കണം കേട്ടോ. രാജേട്ടൻ മേടിച്ചോണെന്താ. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കേട്ടോ. അതിനേക്കാൾ മുമ്പായിട്ടൊരു കാര്യം പറയാൻ പോകണമെന്ന് വെച്ചാൽ, ഈ ആഴ്ചയിലത്തെ വീക്ക്ലി ഹൈലൈറ്റ്സ് ഓഫ് യുവർ മോസ്റ്റ് എൻഗേജ്ഡ് ഓഡിയൻസ് മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് യുവർ ടോപ്പ് കമൻറ്റേഴ്സ്. അതിൽ ഏറ്റവും കൂടിയ വലിയ ഇത് വരുന്നുണ്ട്, ചെറുതും വരുന്നുണ്ട് കേട്ടോ. 2 തരം ആൾക്കാർ കിട്ടുന്നത്. 3 പേരെ 100+ വരുന്നുണ്ട്, 2 പേരെ കുറവുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അത് പറയാം ആദ്യം തന്നെ. ഏറ്റവും കൂടുതൽ 100+ ആയിട്ട് കാണുന്നത് ഒന്ന് സുരേഷ് നായർ, മറ്റൊരാൾ ലക്ഷ്മിക്കുട്ടി നായർ, പിന്നെ സാജിദ ഉണ്ണികൃഷ്ണൻ. 3 പേരാണ് 100+ൽ കിടക്കുന്നത്. പിന്നെ കുറവായിട്ട് കാണുന്നത്, അത് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടായിരിക്കും കേട്ടോ, മിനി മോഹൻ, പിന്നെ ഫ്ലെയിമി ത്രോവർ, 2 പേരാണ്. എന്തായാലും ഇവർ മാത്രമല്ല, തൊട്ട് താഴെ നിൽക്കുന്ന കുറേ പേരുണ്ട്. ഇത് വീക്കിലി ഹൈലൈറ്റ്സ് ആണ് പറയണത് കേട്ടോ. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. കഴിഞ്ഞ ദിവസം ഞാൻ മുളക് വറുത്ത പുളി ഇട്ടുമല്ലോ. മുളക് വറുത്ത പുളി ഇട്ടപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് പാലക്കാടിൻ്റെ സ്വന്തമാണല്ലോ. അപ്പോൾ പിന്നെ പറയണ്ട, ഇഷ്ടപ്പെട്ട് കുറേ പേര് പറഞ്ഞു അതിന് പപ്പടം ഞാൻ ഉണ്ടാക്കിയില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നേ. എല്ലാവരും കല്യാണത്തിന് പോയി. ജയശ്രീ ഉണ്ടായിരുന്നില്ല, ജയശ്രീ മോളുടെ വീട്ടിൽ പോയിക്കായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു കറിയാണ് നിങ്ങളുടെ സ്വന്തം മുളക് വറുത്ത പുളി. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ ആൾക്കാർക്ക്, ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകം പാലക്കാട്ടുകാരോട് നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ ഇത് കണ്ട എല്ലാവർക്കും, ലൈക്ക് ചെയ്തവർക്കും അതുപോലെ കമൻറ്റ് ചെയ്തവർക്കൊക്കെ പ്രത്യേകം നന്ദി. കുറേ പേര് പറഞ്ഞു ജയശ്രീയുടെ ഫോണൊന്നും തരുമോ. അപ്പോൾ മുളക് വറുത്ത പുളി ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് കമൻറ്റ്സ് വായിക്കാം കേട്ടോ. ജയശ്രീയുടെ ഫോൺ നോക്കിയിട്ട് വായിക്കാൻ പോണേ കേട്ടോ. വായിച്ചോളൂ ജയശ്രീ. ഗീത അരവിന്ദ്. ഞാൻ കുറച്ച് ഇഞ്ചിയും കുറച്ച് ഉലുവയും കൂടി ചേർക്കും, അങ്ങനെ വേറൊരു സ്റ്റൈലിൽ അത് നന്നായിരിക്കും ടീച്ചറെ. ഇഞ്ചി ഉലുവയില്ല, ഉലുവ നമ്മൾ ചേർത്തിട്ടുണ്ട്, ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ വെച്ച് നോക്കാം കേട്ടോ. ഗീത പാലക്കാട് തന്നെയാണ്. ഗീത പാലക്കാട് നിന്ന് ഗീതയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ നോക്കാം. നെക്സ്റ്റ് ബിന്നി മനു. സുന്ദരി ടീച്ചർ, അടിപൊളി മുളക് വറുത്ത പുളി സൂപ്പർ. താങ്ക് യു ബിന്നി, താങ്ക് യു. ഞാൻ വായിക്കാട്ടോ. തേജസ് നേഹ മാജിക്. ഞാൻ പാലക്കാട് ആണ്. ഞങ്ങളുടെ സ്വന്തം മുളക് വറുത്ത പുളി. എന്തായാലും ടീച്ചർക്ക് ഒരുപാട് നന്ദി. ഞങ്ങളുടെ എളുപ്പമുള്ള ഒഴിച്ചുകറിയാണ്. ഓക്കെ, ഇംഗ്ലീഷിലാണ് എഴുതിക്കുന്നത്, തപ്പിപ്പറിച്ച് വായിച്ചതായിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ സ്വന്തം എനിക്കറിയാം, എങ്കിലും ഞാനത് എടുത്തൊന്ന് വെച്ചതാണ്, ഞങ്ങൾക്ക് കൂടി ഒന്ന് കൂട്ടിക്കൂടെ. ഓക്കെ താങ്ക് യു തേജ്. ശോഭ ജി നായർ, ടീച്ചർ കൂട്ടാൻ സൂപ്പർ. താങ്ക് യു. സന്നൂസ് ചാനൽ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടീച്ചർ, അടിപൊളി തന്നെ. ഓക്കെ സന്നു ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ 100ൻ്റെ 100ആയിട്ട് നിന്നിരുന്നത് സന്നു ആയിരുന്നു. പിന്നെ സുനിത പാലക്കാട് നിന്ന് കേട്ടോ. പാലക്കാടിൻ്റെ മുളോർത്ത പുളി. പാലക്കാടിൻ്റെ മുളോർത്ത പുളി. ഇതിന് ഒപ്പം നങ്കിമീൻ വറുത്ത്, ഇല്ലേലും ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വറുത്തത് വേണമെന്ന്. അത് ചെയ്തില്ല, മീൻ വറുത്തത് വേണമെന്ന്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വറുത്ത് വേണമെന്ന്. പിന്നെ വനജ പ്രവീൺ, സൂപ്പർ മുളക് വറുത്ത പുളി ചേച്ചി, ഞാൻ ഉണ്ടാക്കാറുണ്ട്. ശരി, താങ്ക് യു വനജ, താങ്ക് യു. വനജ സുധാകരൻ, താങ്ക് യു വനജ. കാവ്യ പൂവത്തിങ്കൽ, സൂപ്പർ, താങ്ക് യു കാവ്യ. സുജാത CK, അടിപൊളി വീഡിയോ, സബ്സ്ക്രൈബ് ചെയ്തു, തിരിച്ചും വേണമെന്ന് ചെയ്യാട്ടോ.
ഉറപ്പായിട്ടും. ജയന്തി ബാലൻ ഡെലീഷ്യസ്. താങ്ക് യു ജയന്തി. സുധാദേവി സൂപ്പർ ടീച്ചർ. താങ്ക് യു സുധ. ശാന്തി നന്ദകുമാർ സൂപ്പർ. താങ്ക് യു ശാന്തി. ലക്ഷ്മിക്കുട്ടി നായർ സൂപ്പർ. താങ്ക് യു ലക്ഷ്മിക്കുട്ടി. ജയന്തി നായർ തമ്പി പ്രശ്നമാണ്. താങ്ക് യു ജയന്തി. പത്മിനി രാമചന്ദ്രൻ ഞാനും ഈ കറി കഴിച്ചിട്ടുണ്ട്, നല്ലതാണ്, എനിക്കിഷ്ടമാണ്. താങ്ക് യു പത്മിനി. കല്യാണി വിജയൻ പപ്പടം വേണം. ഞാൻ പപ്പടം ഉണ്ടാക്കാണ്ടിരുന്നാട്ട് അന്ന് ഉണ്ടാക്കിയിട്ടായില്ല, അതാണ് കേട്ടോ ഉണ്ടാക്കാൻ അടുത്ത പ്രാവശ്യം. രാധാ സോമൻ ഗുഡ് മോർണിംഗ് മാം. ഐ ബിലോങ് ടു പാലക്കാട്. വി മേക്ക് ഇറ്റ് റെഗുലർലി. വി സംടൈംസ് ആഡ് ലേഡി ഫിംഗർ ഓൾസോ ആഫ്റ്റർ ഫ്രൈയിങ് ഇറ്റ് സ്ലൈറ്റ്ലി. ഓ ഇനി അങ്ങനെ ചെയ്യാം കേട്ടോ, ലേഡി ഫിംഗർ ഇട്ട് ചെയ്യാം. പണ്ട് നമ്മൾ ചെയ്തിട്ടില്ലേ ചേച്ചി അങ്ങനെ ഈ വെണ്ടക്കായ ഇട്ടിട്ട് ഇല്ലേ? ആ രാധാസ്വാമൻ പറയുകയാണേ അവർ വെണ്ടക്കായ ഇടാറുണ്ടെന്ന് ഇങ്ങനെ. ഞങ്ങളൊരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റിനും കൂടിയിട്ട്. അന്ന് വെണ്ടക്കായ പുളി ഞങ്ങൾ പറഞ്ഞു, മുളക് വറുത്ത പുളി എന്നല്ല പറഞ്ഞത്. ദീപ വി ആർ ഹായ് ടീച്ചർ. പുളി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. ശരിയാട്ടോ, എനിക്കത് അങ്ങനെ തന്നെയാ. താങ്ക് യു ദീപ. താങ്ക് യു. കലാമുരളി പാലക്കാട്ടുകാർ അരി ഇടാറില്ലല്ലോ. അരി ഇടാറില്ലേ? ഞാൻ ഇട്ടത് മാത്രം, ഞാൻ അങ്ങനത്തേക്ക് ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട് കേട്ടോ. സന്നൂസ് ചാനൽ ടീച്ചർ ഇന്ന് ജയശ്രീ ഇവിടെ ഇല്ലല്ലോ, എവിടെ പോയി? അത് ഞാൻ പറഞ്ഞത് സന്നുവാണ് ചോദിച്ചത് കേട്ടോ. ജയശ്രീ ഉണ്ടല്ലോ മോളുടെ വീട്ടിൽ പോയിക്കായിരുന്നു. മോളുടെ കുട്ടി പേരക്കുട്ടി ഉണ്ടല്ലോ, അവളുടെ ശബരിമലയ്ക്ക് പോകണമായിരുന്നു. അപ്പോൾ ജയശ്രീ പോയത് അങ്ങോട്ട്. ശകുന്തള ടീച്ചർ സവാള വെച്ച് ചെയ്യുമോ ഈ കറി? ചെയ്യാലോ അല്ലേ? ഉള്ളി ഇല്ല എങ്കിൽ നമുക്ക് ഉള്ളി വീട്ടിലില്ല എങ്കിൽ നമുക്ക് സവാള വെച്ച് ചെയ്യാം. ചെറുതാക്കി അരിഞ്ഞിട്ട് വെച്ചാൽ മതി കേട്ടോ ശകുന്തളേ. സരസ്വതി സരയു എന്തിനാ അരി ഇടുന്നത്? കണ്ടോ സരസ്വതി ടീച്ചർ അരി ഇടുന്നില്ല കേട്ടോ. പാലക്കാട്ടുകാരി ഉണ്ട് സരസ്വതി ടീച്ചർ കേട്ടോ. അപ്പോൾ പാലക്കാട്ടുകാർ അരി ഇടില്ലേ? നമ്മളിട്ട് തെറ്റിയോ? അരി ഇട്ടാൽ പ്രത്യേക ടേസ്റ്റ് ടീച്ചറേ, അതാട്ടോ. ഞങ്ങൾ അരി ഇടും, ഈ ചീര വയ്ക്കുമ്പോഴും ഒക്കെ അരി ഇടാറുണ്ട്. പിന്നെ സാജിദ ഉണ്ണികൃഷ്ണൻ സൂപ്പർ. താങ്ക് യു സാജിദ. കഴിഞ്ഞു, ഇത്ര പേരുള്ളൂ. ജസ്റ്റ് കുറച്ച് നേരം വായിച്ചു, ജസ്റ്റ് കണ്ടുപിടിക്കുന്നില്ല എന്ന്. അത് ജസ്റ്റ് പോയി കേട്ടോ, സാരില്ല. ജസ്റ്റ് കണ്ണട മാറ്റാറായിട്ടുണ്ട് ചുരുക്കം. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. ലൈക്ക് ചെയ്തവർക്കും നന്ദി, കണ്ടവർക്കും നന്ദി. മുളക് വറുത്ത പുളിക്ക് കേട്ടോ. ഇനി ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഹൈലൈറ്റ് കമൻസിൽ വന്നതിൽ സുരേഷ് നായരുണ്ട്, പിന്നെ സുധാ സി ഉണ്ട് കേട്ടോ. സുധാ സി ഉണ്ട്, സുരേഷ് നായർ, പിന്നെ സാജിദ ഉണ്ണികൃഷ്ണൻ, ലക്ഷ്മിക്കുട്ടി നായർ, 4 പേരുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി. നമുക്കിനി അത് നുറുക്കിയിട്ട് വെക്കാൻ നോക്കാം കേട്ടോ. ആദ്യമായിട്ട് ചീര കിട്ടും, പച്ചച്ചീര ഉണ്ട്. ഞാൻ അതിൻ്റെ തണ്ടൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. തണ്ട് കളഞ്ഞില്ല ഈ പ്രാവശ്യം, ഫുള്ളും നാര് കളഞ്ഞ് അരിഞ്ഞിട്ടു. കണ്ടോ? പിന്നെ ചീരയും പച്ചമുളക് 4 നുറുക്കിയിടാം. ചീരയിൽ പച്ചമുളക് നുറുക്കിയിടാം, അല്ലെങ്കിൽ ചതച്ചിടാം. പണ്ടൊക്കെ ഞങ്ങൾ ചതച്ചിടുക, ചെറിയ കാന്താരി മുളകില്ലേ, അത് ഇങ്ങനെ ഇടുന്നേക്കാളും നല്ലത് ചതച്ചിടുക. എന്നിട്ട് ചതച്ചിട്ട് നല്ല എരിവ് എല്ലായിടത്തേക്ക് എത്തും. അടുപ്പത്ത് വെക്കാം കേട്ടോ. തീ കത്തിച്ചു, ചീനച്ചട്ടി വയ്ക്കാം. ചീനച്ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിയാറാവുമ്പോൾ നമുക്ക് കുറച്ച് അരിമണി ഇടാം കേട്ടോ. നമ്മൾ ചോറ് വയ്ക്കണ അരിയുടെ തന്നെയാണ് കേട്ടോ. ഇതാ ഒരുവിധം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അരിമണി ഇട്ടു, കുറച്ചും കൂടി ഇടാം. നന്നായിട്ട് പൊരിയട്ടെ അരിയൊക്കെ. അരി പൊരിയാവട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കാം.
വറ്റൽമുളക് 2 എണ്ണം പൊട്ടിച്ചിടാം. ഇളക്കിന് നമുക്ക് ചീര അരിഞ്ഞതും അതിൽ പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് 2-3 എണ്ണം 4 എണ്ണം അരിഞ്ഞിട്ടില്ലേ, നമ്മൾ 4 പച്ചമുളക് അരിഞ്ഞതും ചീരയും കൂടിയിട്ട് അതിലിടാം. നുറുക്കാൻ മാത്രം ഇത്തിരി നേരം പിടിക്കും, കുഞ്ഞാക്കി നുറുക്കണ്ടേ, കഴുകി വൃത്തിയാക്കണം. മേടിച്ച ചീരയാണ് ഇട്ടത്. നന്നായിട്ട് ഞാൻ കഴുകി വീട്ടിലത്തെ എല്ലാം ഒക്കെ ഇട്ടു. ഇനി നമുക്കിത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കാം. മഞ്ഞൾ എല്ലായിടത്തും ആവട്ടെ. മഞ്ഞൾ മാത്രമല്ല, മുളകും പിന്നെ വെളിച്ചെണ്ണയും കടുകും ഒക്കെ എല്ലായിടത്തും ആവട്ടെ. ചീര വേവാൻ ഇത്തിരി നേരം മതി, എല്ലാവർക്കും അറിയാമല്ലോ. നന്നായിട്ട് ഇളക്കി ഇതാ അരിമണി പൊരിഞ്ഞതൊക്കെ മുകളിലേക്ക് വരണുണ്ടോ. അടച്ചു വെച്ചു. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് വീണ്ടും ഇളക്കാം. ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഉപ്പിടണം നമുക്ക്. ഒന്ന് ആവി വരട്ടെ, പിന്നെ ഉപ്പിടാം. കൈ കൊണ്ട് തന്നെ ഞാൻ ഉപ്പിടണം. എനിക്ക് കൈയാണ് ഇത്ര ഏറ്റവും ഇഷ്ടം, കാരണം സ്പൂൺ കൊണ്ടിട്ട് ചിലപ്പോൾ കൂടെ കുറേയൊക്കെ ചെയ്യും. കൈയാണെങ്കിൽ കറക്റ്റായിരിക്കും. മതി, ഇത്ര മതി. നന്നായിട്ട് ഒന്ന് ഇളക്കാം, പിടിക്കട്ടെ കേട്ടോ. ഇളക്കി ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൂടി അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി തുറന്ന് ഇളക്കിയാൽ തയ്യാറായി കഴിഞ്ഞു. വീണ്ടും ഞാൻ ഇളക്കി. ഇപ്പം റെഡി ആയിട്ടോ, ഞാൻ ഓഫാക്കി. ഊണ് കഴിക്കാം. ചോറ് വിളമ്പി, ചോറ്, ചീര ഇട്ടു. ചീരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ്, ചീര കറി. ശ്രീയ എല്ലാ ദിവസം കൊണ്ടുള്ളൂ കേട്ടോ. ശ്രീ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. സാമ്പാർ ഇത്തിരി വെച്ചോളൂ. സാമ്പാർ എനിക്ക് വേണ്ട, അതായിരിക്കും പറഞ്ഞാൽ മതി. മുളക് വറുത്ത പുളി ഇരിക്കുന്നുണ്ട്, അതാന്നോളൂ കേട്ടോ. സാമ്പാർ, ഉപ്പേരി, മുളക് വറുത്ത പുളി മൊത്തം കൂടെ അന്നേരത്തെ ഇരിക്കുന്നുണ്ടല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടം ചീരപ്പേരി കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമെങ്കിൽ ചോറുണ്ടാവും. പിന്നെ മുളക് വറുത്ത പുളി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രം കിടന്ന് കഴിച്ചു വെച്ചിട്ടുണ്ടായില്ലല്ലോ. നമ്മൾ രാജേട്ടന് ചിലത് മുളക് വറുത്ത പുളി കേട്ടതില്ലേ വേണ്ടിയില്ലേ. രാജേട്ടൻ ഇഷ്ടമില്ലേ? എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂന് ഇഷ്ടമായി. അമ്മൂന് ഇഷ്ടമായി മുളക് വറുത്ത പുളി. സൂപ്പറാണ്. എന്താ കാരണം എന്നറിയോ, ഇത് ശർക്കര ഇട്ടുണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശർക്കര ഇട്ടുണ്ടായില്ല. അങ്ങനെയൊന്നുമില്ല. പ്രത്യേകതയൊന്നും പട്ടാമ്പിയൊക്കെ അതിൽ പെടൂല്ലേ. അത് ശരി. അമ്മൂന് ഇഷ്ടമായെന്ന് പറഞ്ഞു. ജ്യോതിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞു. ഞാൻ രാത്രി ജ്യോതി കഴിച്ചത്. ജ്യോതി കഴിച്ചു. ഇത്തിരി വെള്ളം ഉണ്ട് കേട്ടോ. ഇല്ലേ, മുഴുവൻ പറ്റിയില്ല, ഡ്രൈ ആയില്ല. ഞാൻ എനിക്ക് ആവശ്യമുണ്ട്. നല്ല സാധാ കേട്ടോ, അടിപൊളി സാധാ. എങ്ങനെ കൂട്ടി നോക്കൂ. ഞാൻ വെറുതെ ഇങ്ങനെ ഇത്തിരി നോക്കി. ഇഷ്ടമായില്ലേ? അമ്മുന് ജ്യോതിക്കൊക്കെ ഇഷ്ടമായി. ഇന്നലെ ഉണ്ടാക്കിയതാ, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് ഞാൻ കല്യാണത്ത്. എങ്ങനെ അല്ലേ? സൂപ്പറല്ലേ? അപ്പം ചോദിച്ചു, അപ്പം ജയശ്രീ എവിടെ പോയിന്ന് ഒരാൾ ഞാൻ ഉണ്ടാക്കിയപ്പോഴേ ചോദിച്ചിട്ടുണ്ട്. അപ്പം ജയശ്രീ ചേച്ചി എവിടേക്ക് പോയി? ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. സാമ്പാർ എടുത്തോളൂ.
ഇത് ഇഷ്ടമായി അതൊക്കെ എടുത്തോളാം ഒന്ന് എടുത്തോളാം എടുക്കാം.